നമസ്കാരം. ഒരു കഥയിൽ തുടങ്ങാം. കേരളത്തിലെ ഒരു നിരത്ത് ട്രാഫിക് ബ്ലോക്ക് നമുക്ക് സ്ഥിരമായിട്ട് അനുഭവമുള്ള ഒരു കാര്യമാണ്. നിരനിരയായി കിടക്കുന്ന വാഹനങ്ങൾ. ഈ വാഹന വ്യൂഹത്തിൻ്റെ ഏറ്റവും പിന്നിൽ കിടക്കുന്ന ഒരു വാഹനത്തിൽ നിന്നും ഡ്രൈവർ തുടർച്ചയായി ഹോൺ മുഴക്കിക്കൊണ്ടേയിരുന്നു. ഇത് അസഹ്യമായപ്പോൾ തൊട്ടു മുന്നിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി പിന്നിൽ വന്ന് തുടർച്ചയായി ഹോൺ മുഴക്കിക്കൊണ്ടിരുന്ന ഡ്രൈവറോട് പറഞ്ഞു, ഇനി താങ്കളൊരു കാര്യം ചെയ്യൂ, എൻ്റെ വാഹനത്തിൽ കയറിയിരിക്കൂ, ഞാൻ താങ്കളുടെ വാഹനത്തിൽ ഇരുന്ന് ഹോൺ മുഴക്കിക്കൊണ്ടിരിക്കാം, അതിൻ്റെ സുഖം താങ്കളും കൂടി ഒന്ന് അനുഭവിക്കട്ടെ. ഇത് സത്യത്തിലൊരു ചെറിയ കഥയാണ്. ഇതിൽ വലിയ ഒരു കാര്യമുണ്ട്. റോഡ് റേജ് എന്ന പദപ്രയോഗം പലരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ റോഡ് റേജ്? അതായത് നിരത്തുകളിൽ ഡ്രൈവർമാർ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവർ, വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ കാണിക്കുന്ന അക്ഷമ മൂലം പലപ്പോഴും റോഡുകളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കുഴപ്പങ്ങൾ, പോലീസ് കേസ്, ഇതിനെയൊക്കെ പൊതുവായിട്ട് പറയാനായിട്ട് ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് റോഡ് റേജ്. നമുക്ക് പലർക്കും പലപ്പോഴും ഇത് അനുഭവമുണ്ട്. നമ്മളിതിലൊക്കെ പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ രീതിയിലൊക്കെ പല അവസരങ്ങളിലും പെരുമാറിയിട്ടും ഉണ്ടാവും. എന്താണ് ഈ റോഡ് റേജിന് കാരണം? ആളുകളുടെ മാനസികാവസ്ഥയിലുള്ള പ്രത്യേകതയാണ് എന്ന് പൊതുവായിട്ട് പറയാം. പക്ഷേ അതിനപ്പുറം നല്ല മാനസികാവസ്ഥയുള്ളവരും അല്ലെങ്കിൽ ശാന്തരായി പ്രവർത്തിക്കുന്നവരും ശാന്തരായി ചിന്തിക്കുന്നവരും ചില സമയങ്ങളിൽ ഈ റോഡ് റേജിന് വിധേയമാവാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ തിരക്കുകൾ, ഡ്രൈവിംഗ് സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, അത് പല കാരണങ്ങൾ കൊണ്ട് ആവാം. നമുക്കറിയാം, നിത്യജീവിതത്തിലുണ്ടാകുന്ന പല സന്ദർഭങ്ങൾ. നമ്മളൊരു പക്ഷേ ഒരു ട്രെയിൻ പിടിക്കാനായിട്ട് ധൃതി വെച്ച് പോവുകയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലെത്താൻ സമയം പോയി എന്നുള്ള തിരക്കിലായിരിക്കാം. ഇതൊന്നും വേണമെന്നില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുമായിട്ട് ആരെങ്കിലും ആയിട്ട് ഒരു ശണ്ഠയുണ്ടായി, അതിൻ്റെ ഒരു ടെൻഷനിലായിരിക്കാം. ഇതൊക്കെ നമ്മുടെ മാനസികാവസ്ഥയെ ബാധിക്കും. ഇതൊക്കെ ഡ്രൈവിംഗ് സമയത്ത് നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. അതൊക്കെ ചിലപ്പോൾ റോഡ് റേജിലേക്ക് തിരിയാം, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാം. നമുക്കറിയാം, ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുന്നതിൽ വളരെ പിന്നാക്കമാണ് കേരളീയർ. അക്കാര്യം പറയാൻ നമ്മൾ മടിക്കേണ്ടതില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്. എനിക്ക് ഇടതുവശത്തേക്ക് തിരിയേണ്ടതുണ്ട്. ഞാൻ ഇടതുവശത്തേക്ക് സിഗ്നൽ ഇട്ട് കാണിച്ചാൽ സാധാരണഗതിയിൽ പുറകോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി വാഹനങ്ങളൊന്നും ഇല്ല എന്നുറപ്പാക്കിയാൽ എനിക്ക് ഇടതുവശത്തേക്ക് അനായാസമായി തിരിഞ്ഞു പോകാവുന്നതാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് അത് എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാറില്ല. കാരണം നമ്മൾ ഇടതുവശത്തേക്ക് സിഗ്നൽ ഇട്ട് കാണിച്ചാൽ ആരും തന്നെ അത് മൈൻഡ് ചെയ്യില്ല. ചിലപ്പോൾ 1, 2, 3, 4 മിനിറ്റുകൾ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇടത്തേക്ക് തിരിയാൻ കഴിയാറുള്ളൂ. നമ്മൾ കാണിക്കുന്ന സിഗ്നൽ ഗൗനിക്കാതെ വീണ്ടും വീണ്ടും വാഹനങ്ങൾ നമ്മളെ കടന്നുപോയിക്കൊണ്ടിരിക്കും. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ റോഡ് റേജിന് കാരണമാകുന്നു എന്നുള്ളതാണ് സത്യം. റോഡ് റേജ് പലപ്പോഴും ചെറിയ ഒരു കശപിശയിൽ നിൽക്കാറില്ല. ചിലപ്പോഴത് പോലീസ് കേസിലേക്കും ചിലപ്പോൾ കൊലപാതകങ്ങളിലേക്കും വരെ ചെന്നെത്തുന്ന സംഭവങ്ങൾ നമ്മൾ വാർത്തകളിൽ കൂടിയും അതുപോലെ തന്നെ ചിത്രങ്ങളിൽ കൂടിയൊക്കെ കാണാറുണ്ട്. ഈ അവസരത്തിലൊരു ചെറിയ ലഘുചിത്രം കണ്ടത് ഓർമ്മിക്കുകയാണ്. ആ ചിത്രത്തിൻ്റെ പേര് റോഡ് ടു ഹെൽ എന്നാണ്. അതായത് റോഡിൽ നിന്നും നരകത്തിലേക്ക്. അതിൻ്റെ പ്രതിപാദ്യ വിഷയം ഇതാണ്, കഥ ഇതാണ്. ഒരു ലക്ഷറി കാറിൽ സഞ്ചരിക്കുന്ന ഒരു ധനികനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഡീഗോ. അദ്ദേഹം ഒരു നിരത്തിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശാന്തമായ നിരത്താണ്, ട്രാഫിക്കൊന്നുമില്ല. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ അനായാസമായിട്ട് ആസ്വാദ്യകരമായിട്ട് അദ്ദേഹം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് മുന്നിലായി ഒരു സാധാരണ കാറ്, ഒരു തൊഴിലാളി ഓടിക്കുന്ന ഒരു സാധാരണ കാറ്, അദ്ദേഹത്തിൻ്റെ പേര് മരിയോ എന്നാണ്, കാണുന്നു. അപ്പോൾ ഈ മരിയോയുടെ കാറിനെ മറികടക്കാനായിട്ട് ഡീഗോ സ്പീഡ് കൂട്ടുന്നു. പലതവണ മറികടക്കാൻ ശ്രമിച്ചിട്ടും മറികടക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മരിയോ അതിനെ തടയുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ തടയുന്നത് കൊണ്ടാണ്. അവസാനം ഡീഗോ ഒരു തരത്തിൽ ഈ മരിയോയുടെ കാറിനെ
മറികടന്ന് പോകുന്നു. ഇങ്ങനെ മറികടന്ന് പോകുന്ന സമയത്ത് ഡിഗോ ഒരു അസഭ്യ വാചകത്തോടു കൂടിയ ഒരു അശ്ലീല ആംഗ്യം കാണിക്കുന്നു. ഇത് ചെയ്തതിന് ശേഷം വിജയശ്രീലാളിതനായിട്ട് സ്വന്തം ഈഗോയെ തൃപ്തിപ്പെടുത്തിയതിൻ്റെ സന്തോഷത്തിൽ ഡീഗോ മറികടന്ന് പോകുന്നു. പക്ഷേ അല്പസമയത്തിനുള്ളിൽ ഈ ഡീഗോയുടെ കാറ് പഞ്ചറായി അദ്ദേഹത്തിന് കാറ് വഴിയിൽ നിർത്തേണ്ടി വരുന്നു. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. പുറകെ വന്ന മരിയോ ഡീഗോയുടെ കാറ് വലിച്ചു തുറന്ന് അതിനകത്തേക്ക് കയറുന്നു. അവർ തമ്മിൽ ശണ്ഠയുണ്ടാകുന്നു. കാറിനുള്ളിൽ വെച്ച് അതിഭയങ്കരമായ മൽപ്പിടുത്തമുണ്ടാകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആ സമയത്ത് കാറ് എങ്ങനെയോ കത്തുന്ന കാറിനുള്ളിൽ കിടന്ന് ഈ രണ്ടുപേരും വെന്തു മരിക്കുന്നു. ഇതാണ് ആ ചെറിയ ലഘുചിത്രത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം അതിലെ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കത്തിക്കിടക്കുന്ന ഒരു കാറും കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന രണ്ട് ശവശരീരങ്ങളെയും കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നോക്കൂ, രണ്ട് സുഹൃത്തുക്കളായിരിക്കാം ഇവർ. കാറ് കത്തിയപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അങ്ങനെ രക്ഷപ്പെടാൻ പോകാതെ രണ്ടുപേരും ഒരുമിച്ച് മരണത്തിന് കീഴടങ്ങിയതാവാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ റോഡ് റേജിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. റോഡുകൾ എന്ന് പറയുന്നത് പൊതു ഇടങ്ങളാണ്. ആ പൊതു ഇടങ്ങളിൽ മാന്യത പുലർത്തുന്ന ഒരു സമൂഹമാണോ നമ്മുടേതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൊതു ഇടങ്ങളിൽ മാന്യത പുലർത്തിയാൽ നമുക്ക് റോഡ് റേജിന് വിധേയമാവാതെ തീർച്ചയായും ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ്. ആ കലയെ ആസ്വദിച്ച് ചെയ്യുവാൻ നമുക്ക് കഴിയണമെങ്കിൽ പൊതു ഇടങ്ങളിൽ നമ്മൾ മാന്യത പുലർത്തണം, ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. ഓർമ്മിക്കുക.